നമസ്കാരം. ബിംസ് പോർട്ടലുകൾ മുഖേന സംസ്ഥാനത്തെ ട്രഷറികളിലേക്ക് സമർപ്പിക്കുന്ന ബില്ലുകളുടെയും ചെക്കുകളുടെയും തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും ക്രെഡിറ്റ് ആയിട്ടില്ല എങ്കിൽ ഗുണഭോക്താക്കളുടെ ശരിയായ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിനും DDOമാർ കാലതാമസം കൂടാതെ പൂർത്തിയാക്കേണ്ട വിവിധ നടപടിക്രമങ്ങളാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത്. ഒന്നാമതായി, ബിംസിൽ ബില്ലിൻ്റെ സ്റ്റാറ്റസ് ആണ് പരിശോധിക്കേണ്ടത്. സാലറി, നോൺ സാലറി, HR ക്ലെയിമുകൾക്കുള്ള ബില്ലുകളുടെ സ്റ്റാറ്റസ് അറിയുന്നതിനായി യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ബിംസ് ഓപ്പൺ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ETSB എന്ന മെനു സെലക്ട് ചെയ്യുക. തൊട്ടു താഴെ സ്പാർക്ക് ബിൽ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ ഫ്രം ആൻഡ് ടു ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കാലയളവിലെ ബില്ല് ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെടും. ഓരോ ബില്ലിൻ്റെയും റൈറ്റ് സൈഡിൽ വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ബില്ലിലെ ഓരോ ഗുണഭോക്താവിൻ്റെയും പെൻ നമ്പർ, പേര്, എമൗണ്ട്, ക്രെഡിറ്റ് ടൈം ആൻഡ് ഡേറ്റ് ഇതെല്ലാം കാണാൻ സാധിക്കും. സ്റ്റാറ്റസിൻ്റെ കോളത്തിൽ സക്സസ് എന്നുള്ള റിപ്പോർട്ടിങ്ങും നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇങ്ങനെ ഓരോ ബില്ലുകളുടെയും സ്റ്റാറ്റസ് നോക്കി DDOമാർ എത്രയും വേഗം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതേ ഓപ്ഷനിൽ തന്നെ റിജക്റ്റഡ് ആൻഡ് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ പരിശോധിക്കുക. ഫ്രം ആൻഡ് ടു ഡേറ്റ് കൊടുത്ത് സ്പാർക്ക് കോഡ് കൊടുത്തുകൊണ്ട് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ സമർപ്പിച്ച ബില്ലുകളിൽ ഏതെങ്കിലും റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റ് കണ്ടിജന്റ് ബില്ലുകളുടെ സ്റ്റാറ്റസ് അറിയുന്നതിനുമായി ബിംസ് ആപ്ലിക്കേഷനിൽ ബിൽസ്, ബിൽ സ്റ്റാറ്റസ്, ക്രെഡിറ്റ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ പരിശോധിക്കേണ്ടതാണ്. രണ്ടാമതായി, ബാങ്ക് ഡീറ്റെയിൽസ് തെറ്റായി നൽകിയത് മൂലം തുക റിട്ടേൺ ആയെങ്കിൽ DDOമാർ ചെയ്യേണ്ടതാണ് വിവരിക്കുന്നത്. പാസ്സായ ബില്ലുകളുടെ, ചെക്കുകളുടെ ക്രെഡിറ്റ് സ്റ്റാറ്റസ് പരമാവധി 15 ദിവസത്തിനുള്ളിൽ തന്നെ കൃത്യമായും DDOമാർ പരിശോധിക്കേണ്ടതാണ്. ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവയിലെ വ്യത്യാസം മൂലം തുക ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാതെ റിട്ടേൺ ആകുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താവിൻ്റെ ശരിയായ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അക്കൗണ്ട് നമ്പരും IFSC കോഡും ശേഖരിച്ച് സ്പാർക്ക് മുഖേന അക്കൗണ്ട് കറക്ഷൻ എന്ന ഓപ്ഷനിലൂടെ ശരിയായ അക്കൗണ്ട് രേഖപ്പെടുത്തുകയും ആ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിനുള്ള നടപടി 30 ദിവസത്തിനുള്ളിൽ DDOമാർ സ്വീകരിക്കേണ്ടതുമാണ്. 30 ദിവസം കഴിഞ്ഞാൽ അക്കൗണ്ട് കറക്ഷൻ നടത്തുന്നതിന് സാധിക്കുകയില്ല. മൂന്നാമതായി, ഗുണഭോക്താക്കളുടെ പേരിലുള്ള വ്യത്യാസം കാരണം റിട്ടേൺ ആയ തുക വീണ്ടും അക്കൗണ്ടിലേക്ക് വരുന്നതിന് DDOമാർ സ്വീകരിക്കേണ്ടതിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഗുണഭോക്താക്കളുടെ പേരിലുള്ള വ്യത്യാസം കാരണം തുക ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാത്ത സാഹചര്യത്തിൽ 20 ദിവസത്തിനുള്ളിൽ DDOമാർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ബന്ധപ്പെട്ട ട്രഷറി മുഖേന ട്രഷറി ഡയറക്ടറേറ്റിലേക്ക് അയച്ചു നൽകേണ്ടതാണ്. അവിടെ നിന്നും പേര് കറക്ഷൻ നടത്തിയതിന് ശേഷം DDO അറിയിക്കുകയും തുടർന്ന് DDOമാർ അതാത് ആപ്ലിക്കേഷനിൽ പേര് തിരുത്തൽ വരുത്തി തുക ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതുമാണ്. ബില്ല്, ചെക്ക് പാസ്സായി 30 ദിവസത്തിനുള്ളിൽ മേൽ നടപടികളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതാണ്. നാലാമതായി, ഗുണഭോക്താക്കളുടെ അക്കൗണ്ട് കറക്ഷൻ നടത്തുന്നതിന് 30 ദിവസത്തെ സമയപരിധി ബാധകമല്ലാത്ത ബില്ലുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സ്പാർക്ക് ആപ്ലിക്കേഷൻ മുഖേന ജനറേറ്റ് ചെയ്തതും ETSB അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതുമായ സാലറി, നോൺ സാലറി, HR ക്ലെയിമുകൾക്കുള്ള ബില്ലുകൾ ട്രഷറിയിൽ പാസ്സാക്കിയതിന് ശേഷം ട്രഷറിയുടെ അക്കൗണ്ടായ ETSB അക്കൗണ്ടിലേക്കാണ് തുകകൾ ആദ്യം ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ DDOമാർ അംഗീകരിച്ചിട്ടുള്ള സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ പ്രകാരം ഈ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകേണ്ട തുക പേര് തെറ്റുമൂലമോ അക്കൗണ്ട് തെറ്റുമൂലമോ റിജക്ഷൻ ആകുന്നത് പക്ഷം ആ പ്രസ്തുത തുക തിരിച്ച് ETSB അക്കൗണ്ടിലേക്ക് തിരികെ ക്രെഡിറ്റ് ചെയ്യുന്നതുമാണ്. അങ്ങനെ ക്രെഡിറ്റ് ചെയ്യപ്പെട്ട തുകകൾ തുടർന്ന് ട്രഷറി കൗണ്ടർ മുഖേനയോ
TSB ഓൺലൈൻ മുഖേനയോ മാത്രമേ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ സ്പാർക്ക് ആപ്ലിക്കേഷൻ മുഖേന ജനറേറ്റ് ചെയ്തതും ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതുമായ സാലറി, നോൺ സാലറി HR ക്ലെയിമുകൾ ബന്ധപ്പെട്ട DDOയ്ക്ക് സമയപരിധിയില്ലാതെ തന്നെ അക്കൗണ്ട് കറക്ഷൻ സാധ്യമാണ്. അഞ്ചാമതായി, 30 ദിവസത്തിനുള്ളിൽ DDO അക്കൗണ്ട് കറക്ഷൻ നടത്താത്ത സാഹചര്യത്തിൽ ട്രഷറികളിൽ നിന്നും എപ്പോ ക്ലിയറൻസ് നടത്തിയ തുക സോഴ്സ് ശീർഷകത്തിലേക്ക് മാറ്റുന്നതാണ്. ട്രഷറിയിൽ നിന്നും പാസ്സാക്കിയ ബില്ലുകളിൽ അല്ലെങ്കിൽ ചെക്കുകളിൽ നിന്നും റിട്ടേൺ ആയ തുക പാസ്സാക്കി 30 ദിവസത്തിനുള്ളിൽ കറക്ഷൻ നടത്തി ഗുണഭോക്താവിൻ്റെ ശരിയായ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കാത്ത പക്ഷം ആ തുക ട്രഷറികളിൽ നിന്നും എപ്പോ ക്ലിയറൻസ് മുഖേന സോഴ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. ഇപ്രകാരം സോഴ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ട തുക തിരികെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി പുതിയ ബില്ല് അല്ലെങ്കിൽ ചെക്ക് ട്രഷറിയിൽ സമർപ്പിച്ച് ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. ആയതിനാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ അലോട്ട്മെന്റ് തുക വിനിയോഗിക്കേണ്ടതുമാണ്. അലോട്ട്മെന്റ് തുക ലഭ്യമല്ല എങ്കിൽ ആയതിനുള്ള നടപടിക്രമങ്ങളും DDOമാർ സ്വീകരിക്കേണ്ടതാണ്. ആറാമതായി, തെറ്റായ അക്കൗണ്ട് നമ്പർ ബില്ലിൽ അല്ലെങ്കിൽ ചെക്കിൽ രേഖപ്പെടുത്തിയ കാരണത്താൽ ഗുണഭോക്താവിൻ്റെതല്ലാത്ത ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന തുക, അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രസ്തുത തുക തിരികെ ലഭിക്കുന്നതിനായി DDOമാർ ഉടനെ തന്നെ നിശ്ചിത തുക ക്രെഡിറ്റ് ആയ അക്കൗണ്ട് നിലനിൽക്കുന്ന ബാങ്ക് ശാഖയിലെ അധികൃതരുമായി ബന്ധപ്പെട്ട് തുക ഫ്രീസ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. തുടർന്ന് ഇടപാടുകൾ നടത്തിയ ട്രഷറി മുഖേന ട്രഷറി ഡയറക്ടറിലേക്ക് കത്ത് നൽകേണ്ടതാണ്. ട്രഷറി ഡയറക്ടർ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ട് തുക തിരികെ ട്രഷറി ഡയറക്ടറുടെ പേരിലുള്ള പൂളിംഗ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ഇങ്ങനെ തുക ലഭിച്ച അക്കൗണ്ട് ഉടമ തിരികെ നൽകാൻ സന്നദ്ധമല്ലാത്ത പക്ഷം DDOയ്ക്ക് നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. താങ്ക് യു.